ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് 2026 PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനാ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി 2026 വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം, വ്യാപാരവും വാണിജ്യവും. ഇതിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്? ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്റ്റിംഗ് ഫാക്ട്സ് പഠിക്കാം. ഉത്തരം വരുന്നത് വ്യാപാരവും വാണിജ്യവുമാണ്. വ്യാപാരവും വാണിജ്യവുമാണ് എന്തിൽ ഉൾപ്പെടാത്തത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ PSCയുടെ തുടക്കക്കാരാണെങ്കിൽ എന്താണ് ലിസ്റ്റ് എന്നുള്ളത് അറിയണ്ടാവില്ല അല്ലേ? എന്താണ് ലിസ്റ്റ്? അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് നിർമ്മാണം നടത്തേണ്ടതുണ്ടോ ആ വിഷയങ്ങൾ ആർക്കാണ് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് എന്നതിൻ്റെ ബേസിൽ ആ വിഷയങ്ങൾ കേന്ദ്രത്തിനും സ്റ്റേറ്റിനും കൂടെ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് എന്നിങ്ങനെ 3 രീതിയിൽ വിതരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിയമനിർമ്മാണം നടത്തേണ്ടത് ആ വിഷയങ്ങൾ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? കേന്ദ്രത്തിനും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലിസ്റ്റുകൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് എത്ര തരത്തിലുണ്ട്? ലിസ്റ്റുകൾ എന്ന് പറയുന്നത് 3 ടൈപ്പാണ് ലിസ്റ്റുകൾ ഉള്ളത്. എങ്ങനെയാണ് 3 തരം ലിസ്റ്റുകൾ ഉണ്ടാകുന്നത്? ഒന്ന്, യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ നിന്ന് തന്നെ മനസ്സിലാവൂലേ? ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലെ വിഷയങ്ങളിൽ ആരാണ് നിയമം നിർമ്മിക്കുക? നമ്മുടെ പാർലമെന്റ് ആണ് നിയമം നിർമ്മിക്കുക. ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടാവുക. പാർലമെന്റ് ആണ് നിയമം നിർമ്മിക്കുക. അടുത്ത ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ദേശീയ പ്രാധാന്യമുള്ള കാര്യമാകുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എങ്ങനെയാ? ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ആരാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുക? ഓരോ സ്റ്റേറ്റിലെയും ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ് അല്ലേ? ഓരോ സ്റ്റേറ്റിലെയും നിയമനിർമ്മാണ വിഭാഗമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തുണ്ടാക്കുക? നിയമങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിൽ നിയമം ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറൊരു ലിസ്റ്റ് ഉണ്ട്. അതെന്താ? അത് യൂണിയനുമായി സ്റ്റേറ്റുമായി. ഇനി എന്താ ഉള്ളത്? അതിൻ്റെ പേരാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ തീരുമാനമെടുക്കാൻ ആർക്കൊക്കെ അവകാശമുണ്ട്? സ്റ്റേറ്റിനും അവകാശമുണ്ട്, അതുപോലെ തന്നെ പാർലമെന്റിനും അവകാശമുണ്ട്. എന്താ ലിസ്റ്റിന്റെ പേര്? കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ പാർലമെന്റിനും അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും അധികാരമുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ, നിയമങ്ങൾ ഉണ്ടാക്കാൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺകറന്റ് ലിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഡൗട്ട് വരും, ഇങ്ങനെ രണ്ടുപേരും അടി ഉണ്ടാവുമോ അല്ലേ? അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്ന അതേ പാർട്ടി തന്നെ ആയിക്കോളണം എന്നില്ലല്ലോ നാഷണൽ ലെവലിൽ ഭരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാവൂലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവിടെ ആരുടെ തീരുമാനമാണ് എടുക്കുക? പാർലമെന്റിന്റെ തീരുമാനം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പാർലമെന്റിന്റെ തീരുമാനമായിരിക്കും അന്തിമമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം PSC ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. അതായത് നമ്മളുടെ ഭരണഘടനയിൽ ഈ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഓരോ വിഷയങ്ങളും ആർക്കാണ് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എത്ര നമ്പർ ഓഫ് കാര്യങ്ങളാണോ ഒരു ലിസ്റ്റിലുള്ളത് അതല്ല ഇപ്പോൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ, യൂണിയൻ ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് 97 വിഷയങ്ങളാണ്. ഇപ്പം അതല്ല, മാറി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് 66 വിഷയങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് 47
കാര്യങ്ങളാണ്. അപ്പോൾ 97, 66, 47 ഈ നമ്പർ പഠിച്ചിരിക്കണം. ഇപ്പോഴും PSC പിന്നെ എന്താ യൂണിയൻ ലിസ്റ്റിൽ എത്ര, സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര, കൺകറന്റ് ലിസ്റ്റിൽ എത്ര എന്ന് ചോദിക്കുമ്പോൾ ഈ നമ്പർ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് 97 വിഷയങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റിൽ 66ഉം കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണ് ആദ്യം ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിരുന്നത്. ഈ നമ്പറാണ് പഠിക്കേണ്ടതും. ബാക്കി വരുന്ന നമ്പർ ഇനി പഠിക്കേണ്ട, കാരണം ഇതിങ്ങനെ ഇടക്കിടക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ നമ്പർ പഠിക്കണം. ഈ 97 എന്ന് പറയുന്നത് എന്താ? 97 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റാണ്. 66 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. 47 എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളതൊന്ന് പഠിക്കാം. ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത് അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ പ്രതിരോധം ഏതിലാണ് വരിക? പ്രതിരോധം യൂണിയൻ ലിസ്റ്റിലാണ് വരിക അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ വിദേശകാര്യം ഏതിലാണ് വരിക? യൂണിയൻ ലിസ്റ്റിലാണ്. പ്രതിരോധം, വിദേശകാര്യം, അതുപോലെ തന്നെ റെയിൽവേ. ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യണമെന്നുള്ളവർ നോട്ട് ചെയ്യുക കേട്ടോ. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, പിന്നെയോ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, തപാൽ ആൻഡ് ടെലിഗ്രാഫ്, ഇൻഷുറൻസ്, ലോട്ടറി, പിന്നെ സെൻസസ് നടത്തില്ലേടാ, സെൻസസ്, ബാങ്കിങ്, പിന്നെന്താ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെയോ നമ്മുടെ ഇൻകം ടാക്സ് അല്ലേ, ഇൻകം ടാക്സ്, വരുമാന നികുതി, പിന്നെ RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരിക. ഒന്നുകൂടെ പറയാം. അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനമെടുക്കുന്ന, പാർലമെന്റിന്റെ നിയമങ്ങളുള്ള കുറച്ച് സാധനങ്ങൾ അല്ലേ? പ്രതിരോധം, പിന്നെ വിദേശകാര്യം, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇൻഷുറൻസ്, ലോട്ടറി, സെൻസസ്, ബാങ്കിങ്, പിന്നെയോ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ. ഇനി പിന്നെ അടുത്ത ലിസ്റ്റ് ഏതാ? അടുത്ത ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ? സംസ്ഥാന ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അത് ഓർത്തിരിക്കണേ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഏതാണ്? പോലീസ്. അല്ലാത്ത പ്രതിരോധം യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പിന്നെയോ തദ്ദേശ സ്വയംഭരണം നമുക്കറിയാം അല്ലേ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ പൊതുജന ആരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പൊതുജന ആരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൃഷി, ഫിഷറീസ് ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ പഞ്ചായത്തി രാജ് ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണം പറയുമ്പോൾ നമുക്ക് പഞ്ചായത്തി രാജും കൂടെ കിട്ടും. പഞ്ചായത്തി രാജ്. പിന്നെയോ പോലീസ് പറഞ്ഞു അല്ലേ? അപ്പോൾ ജയിൽ ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതുപോലെ മദ്യം ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ജലസേചനം, ഇന്ത്യൻ്റെ അകത്ത് വരുന്ന തീർത്ഥാടനം, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് യൂണിയൻ ലിസ്റ്റാണ്. ഇന്ത്യൻ്റെ അകത്ത് വരുന്ന തീർത്ഥാടനം ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലാം ഒന്നും പറഞ്ഞില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്നുകൂടെ പറയാം. പോലീസ് കണക്റ്റഡ് ആയിട്ട് ജയിൽ ഓർക്കുക. തദ്ദേശ സ്വയംഭരണം കണക്റ്റഡ് ആയിട്ട് എന്തോർക്കുക? പഞ്ചായത്തി രാജ് ഓർക്കുക. പൊതുജന ആരോഗ്യം കണക്റ്റഡ് ആയിട്ട് ആരെ ഓർക്കാം? മദ്യം അല്ലേ? ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. ഓക്കെ. പിന്നെ കൃഷി, ഫിഷറീസ്, പിന്നെ കെട്ടിട നികുതി, പിന്നെ വാഹന നികുതി, അതുപോലെ ജലസേചനം, ഇന്ത്യയുടെ അകത്തുള്ള തീർത്ഥാടനം ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്ന വ്യാപാരവും വാണിജ്യവും അതേതിലാണ് വരുന്നത്? വ്യാപാരവും വാണിജ്യവും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. കൺകറന്റ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താടാ? ആ കൺകറന്റ് ലിസ്റ്റിൽ ഒരു വിഷയം ഇട്ടാൽ അതിൽ ആർക്കൊക്കെ നിയമം ഉണ്ടാക്കാന്നാ പറഞ്ഞത്? സംസ്ഥാനങ്ങൾക്കും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ആർക്കും ഉണ്ടാക്കാം? പാർലമെന്റിനും ഉണ്ടാക്കാം. പക്ഷേ ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആര് പറഞ്ഞതേ സ്വീകരിക്കുകയുള്ളൂ? പാർലമെന്റിന്റെ നിയമം മാത്രമേ നിലവിൽ നിൽക്കുള്ളൂ. ഇനി ഈ കൺകറന്റ് ലിസ്റ്റ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 1976
42ാം ഭേദഗതി പ്രകാരം 42ാമത് ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 കാര്യങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി. എന്താ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്. 1976 നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു, ഭേദഗതി ചെയ്തു. ആ ഭേദഗതിയാണ് 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ഒരുപാട് ഭേദഗതികൾ വരുത്തിയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുമുള്ള 5 കാര്യങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള 5 കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ, ആദ്യം തീരുമാനമെടുക്കാൻ സ്റ്റേറ്റിന് മാത്രം അവകാശമുണ്ടായിരുന്ന 5 കാര്യങ്ങളിൽ ഈ ഭേദഗതി കഴിഞ്ഞതോടുകൂടെ ആർക്കൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തു? സ്റ്റേറ്റിനും പാർലമെന്റിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൊടുത്തു. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അറ്റ് പ്രസന്റ് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. പിന്നെയോ വനം. അപ്പൊ വനം, വിദ്യാഭ്യാസം. പിന്നെയോ ഭാരം, അളവുകൾ. ഇത് രണ്ടും കൂടെ ഒന്നാട്ടോ. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് നമ്മൾ പറയില്ലേ, അത് ഭാരം, അളവുകൾ. പിന്നെയോ വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം. ഇപ്പൊ എത്രണ്ണായി? വിദ്യാഭ്യാസം 1, വനം 2, ഭാരം, അളവുകൾ 3, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം 4. അടുത്ത ഒരെണ്ണം ഞാൻ പറയുന്നതിന് മുൻപ് ഈ സാധനങ്ങൾ കണക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 5 കാര്യങ്ങളാണല്ലോ മാറ്റിയത്. അപ്പൊ ഇതിലിപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന്റെ ആദ്യ അക്ഷരം ഒന്ന് നോക്കിയേ. എല്ലാം വായല്ലേ? നോക്കിയേ. വിദ്യാഭ്യാസം വായാണല്ലേ? വനം വായാണല്ലേ? വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം വായാണ്. പിന്നെ ആരാ ഉള്ളത്? ഭാരമളവുകൾ. ഈ ഭാരമളവുകളെ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ? വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അല്ലേ? വെയ്റ്റ്സ്. അപ്പൊ വെയിറ്റ് വായല്ലേ? അങ്ങനെ ഓർത്തിരിക്കുക. ഉള്ള 4 കാര്യങ്ങളാണ് 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റിയത്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഓക്കെ അല്ലേ? പ്ലസ് ഇത് കൂടാണ്ട് പിന്നെ ഒരു സാധനം കൂടെ മാറ്റി. അതേതാടാ? അതാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും വരില്ല. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒഴികെയുള്ള മറ്റു കോടതിയിലെ ഭരണ സമ്പ്രദായം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ വനം, വിദ്യാഭ്യാസം, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം. ലാസ്റ്റ് വൺ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാത്ത മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് വൈദ്യുതി. വൈദ്യുതി ഏതിലാ വരിക? വൈദ്യുതി കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെയോ ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ട്രേഡ് യൂണിയനുകൾ. പിന്നെ ഫാക്ടറികൾ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഫാക്ടറികൾ. പിന്നെ വിവാഹമോചനം, ഈ കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പത്രം, പുസ്തകം, ഇതിന്റെയൊക്കെ പ്രിന്റിങ്, ഇതൊക്കെ ഏതിലാ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. പത്രം, പുസ്തകം, അതിന്റെ പ്രിന്റിംഗ് ഒക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെയോ ദത്തെടുക്കൽ ഏതിലാ വരുന്നത്? ദത്തെടുക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ക്രിമിനൽ നിയമം വരുന്നതും കൺകറന്റ് ലിസ്റ്റിലാണ്. ഏതിലാണ്? ക്രിമിനൽ നിയമം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ട്രേഡ് യൂണിയൻ ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ് യൂണിയൻ. അതുപോലെ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ കുടുംബാസൂത്രണം, ആ കാര്യങ്ങളൊക്കെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം കൺകറന്റ് ലിസ്റ്റിലാണ്. പിന്നെയോ ജനന മരണ രജിസ്ട്രേഷൻ വരുന്നതും എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം, ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം ചേർക്കില്ല, മായം ചേർക്കൽ അതും എവിടെയാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണമാണ് പറഞ്ഞു തന്നത്, ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. വിദ്യാഭ്യാസം, വനം, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണസമ്പ്രദായം, വൈദ്യുതി, പിന്നെയോ വില നിയന്ത്രണം. വില നിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിയില്ല, വില നിയന്ത്രണം ഉണ്ട് കേട്ടോ. വൈദ്യുതി, വില നിയന്ത്രണം, അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ, ക്രിമിനൽ നിയമങ്ങൾ, പിന്നെയോ ഫാക്ടറികൾ, ട്രസ്റ്റുകൾ, വിവാഹവും വിവാഹമോചനവും, പിന്നെ പത്രം, പുസ്തകം, പ്രിന്റിങ്, ദത്തെടുക്കല്, മായം ചേർക്കല്, പിന്നെ ജനന മരണ രജിസ്ട്രേഷൻ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, ശരിക്കും ഇതായത് ഞാൻ ഫസ്റ്റ് പറയേണ്ടത് വിട്ടുപോയതാണ്, അത് പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, അതായത് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച്, അതായത് കേന്ദ്രത്തിന് ഇന്ന സാധനങ്ങളൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനത്തിന് ഇന്ന സാധനങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഏതാടാ ഭാഗം? അപ്പൊ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 11. ഭാഗം 11. ഈ ഭാഗം 11-ൽ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 245 മുതൽ 263 ആർട്ടിക്കിൾസ് ആണ് ഈ ഭാഗം 11-ൽ ഉള്ളത്. ഓക്കെ അല്ലേ? ഭാഗം 11-ൽ 245 മുതൽ 263 വരെ. അതിൽ തന്നെ ആർട്ടിക്കിൾ നമ്പർ 246-ലാണ് ആരെക്കുറിച്ച് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ 246-ലാണ് ആരെക്കുറിച്ച് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഇനിയോ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞ ഈ ലിസ്റ്റുകൾ എത്രാമത്തെ പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത്? എത്രാമത്തെ പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത്? 7ാമത്തെ പട്ടികയിലാണ് ഈ 3 ലിസ്റ്റുകളെ കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, എന്താ ഈ 11? 11 എന്താ നമ്മൾ പറഞ്ഞത്? 11 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. ഭാഗം. ഇനി എത്ര മുതൽ എത്ര വരെ ആർട്ടിക്കിൾസ് ആണ് അതിലുള്ളത്? 245 മുതൽ 263. അതിൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 246. പിന്നെയോ ഏത് പട്ടികയിലാണ് ഈ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? 7ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 337, അനുച്ഛേദം ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞ ഒന്നാണ് കേട്ടോ. ആർട്ടിക്കിൾ 338A, ആർട്ടിക്കിൾ 338B ആൻഡ് ആർട്ടിക്കിൾ 338. ഏതാണ് ഉത്തരം? ആർട്ടിക്കിൾ 338B ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 338Bയിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. എന്നാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത്, രൂപീകരിച്ചത്? അത് 1993-ലാണ്. 1993-ലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ വന്നത്. ആർട്ടിക്കിൾ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 338B ആണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിന് എന്തുണ്ടായിരുന്നില്ല? ഭരണഘടനാ പദവി ഉണ്ടായിരുന്നില്ല. ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നെയോ എപ്പോഴാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്? അത് 2018-ലെ 102ാമത് ഭേദഗതി പ്രകാരമാണ്. 2018-ലെ 102ാമത് ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്. അപ്പൊ നമ്മളോട് ചോദിക്കും, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതി ഏതാണ്? അത് 102ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ അല്ലേ? ആരായിരുന്നു ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ആദ്യത്തെ ചെയർമാൻ RN പ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? RN പ്രസാദ്. എത്ര ആൾക്കാരാണ് ഈ ദേശീയ പിന്നോക്ക കമ്മീഷനിൽ അംഗങ്ങളായിട്ടുണ്ടാവുക? എത്ര ആൾക്കാരാണ് ഉണ്ടാവുക?
5 അംഗങ്ങളാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ഉണ്ടാവുക. എത്ര പേരാ ഉണ്ടാവുക? 5 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. അപ്പൊ ചെയർമാൻ ഇല്ലാണ്ട് പറയുമ്പോൾ 4 അംഗങ്ങൾ അല്ലെ? ചെയർമാനും 4 അംഗങ്ങളും, അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങളാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാടാ? അത് RN പ്രസാദ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു 102-ാം ഭേദഗതി പ്രകാരം പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ത് കിട്ടി? ഭരണഘടനാ പദവി ലഭിച്ചു. അങ്ങനെ ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാനായത് ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നി. ഭഗവാൻ ലാൽ സാഹ്നി. ഭഗവാൻ ലാൽ സാഹ്നി ട്ടോ. ഇനി ഈ ഭഗവാൻ ലാൽ സാഹ്നിനെ അപ്പൊ ആരായിരിക്കും നിയമിച്ചിട്ടുണ്ടാവുക? അതൊരു ഭരണഘടനാ സ്ഥാപനമല്ലേ? ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധ്യക്ഷന്മാരെ ആരാണ് നിയമിക്കുക? രാഷ്ട്രപതിയാണ് നിയമിക്കുക. രാഷ്ട്രപതി. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളുണ്ട് അല്ലെ? ചെയർമാനെയും കൂടെ കൂട്ടിയിട്ട്. ഈ 5 അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. എത്ര വർഷമാണ്? 3 വർഷം. നിലവിൽ ആരാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അത് ഹൻസ് രാജ് ഗംഗാറാം ആണ്. ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം 3 പേര്. ആദ്യമായിട്ട് ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ചെയർമാനായത് RN പ്രസാദ്. പിന്നെ 102-ാം ഭേദഗതി പ്രകാരം ഭരണഘടനാ പദവി കിട്ടിയതിനു ശേഷം ആദ്യത്തെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി. ഇപ്പോഴത്തത് ഹൻസ് രാജ് ഗംഗാറാം എന്ന് പറയുന്ന ആളാണ്. 5 അംഗങ്ങൾ ഉണ്ടാകും. 3 കൊല്ലമായിരിക്കും കാലാവധി. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് പറയുന്നത്. അതായത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ആർക്കും എന്ത് കൊടുക്കാൻ പാടില്ല? സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷനും റിസർവേഷനും ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എല്ലാരെയും ഒരുപോലെ കാണണം എന്ന്. പക്ഷെ ഭരണഘടനയിൽ റിസർവേഷൻ കൊടുത്തിട്ടുമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സംരക്ഷിത വിവേചനം കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 16-ൽ 6, അടുത്തത് ആർട്ടിക്കിൾ 15-ൽ 1, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16-ൽ 4, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. ഏത് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 16-ൽ 4. എന്താണ് 16-ൽ 4 പറയുന്നത്? 16-ൽ 4 പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രത്തിന്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 16-ൽ 4. എന്താ ഞാൻ പറഞ്ഞത്? രാഷ്ട്രത്തിന് കീഴിലുള്ള സർവീസുകളിൽ, നമ്മളെ ഗവൺമെന്റിന്റെ സർവീസുകളിൽ മതിയായ റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യം കിട്ടാത്ത പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16-ൽ 4. മനസ്സിലായല്ലോ? അപ്പൊ പിന്നോക്ക വിഭാഗക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 16-ൽ 4. നോക്കി വെച്ചോളൂ. അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഓപ്ഷനുള്ള ബാക്കി ആർട്ടിക്കിളോടൊന്ന് നോക്കാം അല്ലെ? എന്താണ് ആർട്ടിക്കിൾ 16-ൽ 6 പറയുന്നത്? എന്താ പറയുന്നത്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാര്. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരെ നമ്മൾ എന്താണ് വിളിക്കുക? EWS അല്ലേ? EWS. ഈ EWSകാർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നത് ഒരു അവസര സമത്വ ലംഘനമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 16-ൽ 6. നമ്മൾ PSC എക്സാമിനൊക്കെ ഇതില്ലേ EWS ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കത് കൊടുക്കാൻ പറ്റുന്നത്? ആർട്ടിക്കിൾ 16-ൽ 6 പ്രകാരം പറയുകയാണ് EWSകാർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം കൊടുക്കുന്നത് അവസര സമത്വത്തിന് എതിരല്ല, അവസര സമത്വത്തിന് ലംഘനമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16-ൽ 6.
അപ്പൊ ആർട്ടിക്കിൾ 16 പിന്നോക്ക വിഭാഗക്കാരെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 16 EWSകാരെ കുറിച്ച് പറയുന്നു അല്ലെ. ഇനി എന്താണ് അടുത്ത ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? അതായത് മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം ഇവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. എന്തൊക്കെയാ പറഞ്ഞത്? മതം, വംശം, ജാതി, ലിംഗം, പിന്നെയോ ജന്മസ്ഥലം. ഇത് പഠിക്കണം കേട്ടോ. ഇത് കറക്റ്റ് എത്ര ഇങ്ങനെ, അതായത് ആർട്ടിക്കിൾ 15 എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മളോട് പറയും മതം, വംശം, ജാതി ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഒഴിവാക്കുന്നു. പിന്നെ തരും മതം, വംശം, ജാതി, ലിംഗം ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഒഴിവാക്കുന്നു. പിന്നെ തരും മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അപ്പൊ നമുക്ക് അറിഞ്ഞാലല്ലേ ഏതാന്ന് എഴുതാൻ പറ്റുള്ളൂ. ജന്മസ്ഥലവും ഉണ്ട് കേട്ടോ. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം 5 കാര്യങ്ങളിൽ നിന്നുമുള്ള വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആർട്ടിക്കിൾ 17. എന്താ ആർട്ടിക്കിൾ 17 ചോദിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ? എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. എന്താണ് അയിത്ത നിർമാർജനം? പിന്നെയോ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടെ പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി നിരോധനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഓക്കെ അല്ലേ? അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, അൺടച്ചബിലിറ്റി നിരോധനം ചെയ്യുന്ന ആർട്ടിക്കിൾ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടെ പാസാക്കിയ ആർട്ടിക്കിൾ എല്ലാം ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളും കൊടുത്തിരിക്കുന്നു. തെറ്റായത് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നു മാൻഡമസ്. മാൻഡമസ് എന്താണ് എന്നാണ് ഇവർ പറയുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്നാണ് പറയുന്നത്. നോക്കാം. അടുത്തത് കോവാറന്റോ. ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ അയാൾക്കെതിരെ വരുന്ന റിട്ട്. സെർഷ്യോററി. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ അവിടെ വരുന്ന റിട്ടാണ് സെർഷ്യോററി എന്നാണ് പറയുന്നത്. അടുത്തത് ഹേബിയസ് കോർപ്പസ്. അനധികൃത തടങ്കലിനെതിരെ വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് മൂന്നാമത്തതാണ്, സെർഷ്യോററി. അപ്പോൾ എന്താണ് ഈ റിട്ടുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ 5 റിട്ടുകളുണ്ട്, ഏതൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റിട്ട് എന്ന് പറയുന്നത്? എന്താണ് റിട്ടുകൾ? നമ്മുടെ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ആ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിട്ട് എന്ന് വിളിക്കുക. എന്താടാ റിട്ട്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവാണ് റിട്ട്. ഏതൊക്കെ കോടതികളാ ഇത് പുറപ്പെടുവിപ്പിക്കുന്നത്? സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയും പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. അപ്പൊ റിട്ട് പുറപ്പെടുവിക്കാൻ 2 കോടതികൾക്ക് അധികാരമുള്ളൂ. സുപ്രീം കോടതികൾക്കും അതുപോലെ തന്നെ ഹൈക്കോടതികൾക്കും. കീഴ്ക്കോടതികൾക്ക് എന്ത് പുറപ്പെടുവിപ്പിക്കാൻ പറ്റില്ല? റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ റിട്ട് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണ് അല്ലെ? അപ്പാടെ എടുത്തുകൊണ്ടുവരില്ല. അതായത് ആ ഒരു ആശയം അവരിൽ നിന്നെടുത്ത് നമ്മുടേതായ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. പഠിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? റിട്ട് ബ്രിട്ടൻ അല്ലേ? അപ്പൊ റിട്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനിയോ, ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് പുറപ്പെടുവിപ്പിക്കും. അപ്പോൾ ഇത് ഭരണഘടനയിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ എന്തുണ്ടാകും? ആർട്ടിക്കിളുകൾ നമുക്ക് പഠിക്കാനുണ്ടാകും.
സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഹൈക്കോടതിയോ? ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 226. മാറിപ്പോവരുത്, ചെറു സുപ്രീം കോടതിന്റെ ആണ് കേട്ടോ. അപ്പൊ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 226ഉമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ റിട്ടുകളെ കുറിക്കുന്ന ഒരു 5 പദങ്ങൾ പഠിക്കും. ഈ 5 പദങ്ങളും ലാറ്റിൻ പദങ്ങളാണ്, ലാറ്റിൻ ടേംസ് ആണ്. റിട്ടുകളെ കുറിക്കുന്ന 5 പദങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എത്ര റിട്ട് ഉണ്ട് എന്നാ നമ്മൾ പറഞ്ഞത്? റിട്ടുകൾ 5 എണ്ണമുണ്ട്. റിട്ടുകൾ 5 എണ്ണമുണ്ട്. ഏതൊക്കെയാണ് 5 റിട്ടുകൾ? ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ആദ്യത്തേന്റെ പേരെന്താടാ? ഹേബിയസ് കോർപ്പസ്. ആദ്യത്തേതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് മാൻഡമസ്. രണ്ടാമത്തേതാണ് മാൻഡമസ്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ മാൻഡമസ്. ഇനി മൂന്നാമത്തേതാണ് പ്രൊഹിബിഷൻ. എന്താണ്? പ്രൊഹിബിഷൻ. നാലാമത്തെ റിട്ടിന്റെ പേരാണ് സെർഷ്യോററി. എന്താണ്? സെർഷ്യോററി. അഞ്ചാമത്തെ റിട്ടിന്റെ പേരാണ് കോവാറന്റോ. എന്താ? കോവാറന്റോ. അപ്പൊ റിട്ടുകൾ 5 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 കോവാറന്റോ. ഇനി ജസ്റ്റ് ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം PSCയുടെ ഇഷ്ട വിഷയമാണ് റിട്ട് എന്ന് പറയുന്നത്. ഹോട്ട് ടോപ്പിക് കിട്ടുന്നപ്പോൾ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാകും, കാരണം എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹേബിയസ് കോർപ്പസ്? നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹേബിയസ് കോർപ്പസ് എന്താണ്? ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ ഒരാളെ നമ്മൾ തടഞ്ഞു വെച്ചേക്കുവാണ്. ഒരു കാര്യമില്ലാണ്ട് ഒരാളെ തടഞ്ഞു വെച്ചേക്കുവാണ്. അങ്ങനെയുള്ള ഒരാളെ, പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രനാക്കി കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ പറയുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. അപ്പൊ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ നീതിരഹിതമായോ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരാളെ സ്വതന്ത്രനാക്കി കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അല്ലെ? ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഹേബിയസ് കോർപ്പസിനെ നമുക്ക് എന്ത് വിളിക്കാം? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിളിക്കുന്ന റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ടേംസ് ഒക്കെ എന്താണ്? ലാറ്റിൻ ടേംസ് ആണ് അല്ലെ? അപ്പൊ ഇതിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. എന്താണ്? ശരീരം ഹാജരാക്കുക. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും അനധികൃതമായി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതി ഉത്തരവിടുകയാണ്, അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല, അയാളെ എവിടേക്ക് കൊണ്ടുവരണം? കോടതിയുടെ മുന്നാകെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ്, ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി അടുത്ത റിട്ടാണ് മാൻഡമസ്. അടുത്ത റിട്ടിന്റെ പേരെന്താ? മാൻഡമസ്. അടുത്ത റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുന്നതും ലാറ്റിൻ വേർഡ് ആണ്. എന്താണ് മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം? മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. എന്താണ്? നാം കൽപ്പിക്കുന്നു. മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്നു. എന്താണ് മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആ വ്യക്തിയോടോ സ്ഥാപനത്തോടോ അവരുടെ ജോലി ചെയ്യാൻ പറയുന്നു, സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ പറയുന്ന റിട്ടാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു കടയിൽ കയറി ചെന്നിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു കടയിൽ ഇരിക്കുന്ന ആളോട് കോടതിക്ക് പറയാൻ വേണ്ടി പറ്റുമോ? മര്യാദയ്ക്ക് പോയി പണിയെടുക്കടാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറയണമെങ്കിൽ അത് ആരാവണം? അത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആവണ്ടേ? അതെ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഏത് പുറപ്പെടുവിപ്പിക്കാൻ പറ്റില്ലടാ? മാൻഡമസ് പുറപ്പെടുവിപ്പിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട്, ഒരു കട നടത്തുന്നുണ്ട്. അപ്പോൾ കോടതി ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഇന്ന കട മര്യാദയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിച്ചോണം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ അത് ആരോടെ പറയാൻ പറ്റുള്ളൂ? ഗവൺമെന്റ് ഒഫീഷ്യൽസിനോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കാര്യം, ചുമതല നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതെല്ലാം അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങൾ, പബ്ലിക് സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻസ്, ട്രിബ്യൂണൽസ്, കീഴ്ക്കോടതികൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെയും വേണമെങ്കിൽ സർക്കാരിനെതിരെയും നമുക്ക് എന്ത് പുറപ്പെടുവിക്കാം? കോടതിക്ക് മാൻഡമസ് പുറപ്പെടുവിക്കാം. പക്ഷെ ഒരിക്കലും
സ്വകാര്യ വ്യക്തികൾക്കെതിരെ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ പറ്റൂല. അതുപോലെ ആർക്കെതിരെ പറ്റില്ല എന്ന് ഓർക്കണം, രാഷ്ട്രപതിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും പറ്റില്ല. സർക്കാരിനെതിരെ പറ്റും, പക്ഷെ രാഷ്ട്രപതിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ ഇത് എങ്ങനെ ഓർക്കാം നിങ്ങൾക്ക്? മാനിനോട് പണിയെടുക്കാനല്ലേ പറയുന്നത്, ആൾക്കാരോട് പണിയെടുക്കാനാ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വായിക്കാം, മാൻഡമസ് അല്ലേ, മണ്ട പോയി പണിയെടുക്കുക, അങ്ങനെ ഓർത്തൂടെ? മണ്ട പോയി പണിയെടുക്കുക, അങ്ങനെ ഓർക്കാം. ഇനി അടുത്ത റിട്ടാണ് പ്രൊഹിബിഷൻ. എന്താണ്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തടയുക എന്നാണല്ലോ അല്ലെ? എന്താ അർത്ഥം? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തടയുക. എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കീഴ്ക്കോടതി ആ കീഴ്ക്കോടതിയുടെ അധികാര അതിർത്തി ലംഘിച്ച് സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു, അതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ അല്ലെ? ഒരു കീഴ്ക്കോടതിക്ക് ഒരു അധികാര പരിധി ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കീഴ്ക്കോടതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ആര് ഡീൽ ചെയ്യുന്നു? കീഴ്ക്കോടതി ഡീൽ ചെയ്താൽ അത് പറ്റൂല മോനെ എന്ന് പറയുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ആർക്ക് തന്നിട്ടുള്ളത്? സെർഷ്യോററിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ പിന്നെ അധികാര അതിർത്തി ലംഘിക്കുന്നതിനെതിരെയുള്ള റിട്ട് ഏതാണ്? അത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ആർക്കെതിരെയൊക്കെയാണ് പുറപ്പെടുവിപ്പിക്കുക? വെറുതെ ഒരാൾക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുമോ? ഇല്ല. ആരോടാ പറയാ? കോടതിയോടല്ലേ പറയാ. എങ്ങനത്തെ കോടതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറയാ? ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും കീഴ്ക്കോടതികൾക്കെതിരെയുമാണ് ഇത് പുറപ്പെടുവിക്കുക. ആർക്കൊക്കെയാ? ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും കീഴ്ക്കോടതികൾക്കെതിരെയും പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത റിട്ട് ഏതാ? അടുത്ത റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന് അറിയപ്പെടുന്നത്. സെർഷ്യോററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സെർഷ്യോററി. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. കീഴ്ക്കോടതിയുടെ അധികാര പരിധിയിലുള്ള ഒരു കേസ് കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. അപ്പോൾ മേൽക്കോടതി, അതായത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പറയുകയാണ് മതി, ഇനി അത് അവിടെ നടത്തണ്ട, എങ്ങോട്ടേക്ക് വിട്ടേക്ക്, അത് മേൽക്കോടതിയിലേക്ക് വിട്ടേക്കാൻ പറയുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെർഷ്യോററി എന്ന് വിളിക്കുക. എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക. ഓക്കെ. ഇനി ലാസ്റ്റത്തെ റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം എന്താണ്? കോ വാറന്റോ എന്തധികാരം. കോ വാറന്റോ എന്തധികാരം. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത സ്ഥാനം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് കോ വാറന്റോ. നിങ്ങൾക്ക് അവിടെ കയറിയിരിക്കാൻ എന്ത് അധികാരമുണ്ട്? അവിടെ ഇരിക്കാൻ അധികാരം ഇല്ല, യോഗ്യത ഇല്ല, ഇങ്ങോട്ട് ഇറങ്ങുക, അതാണ് എന്ത്? കോ വാറന്റോ. ഓക്കെ. ഈ റിട്ട് ഉണ്ടല്ലോ, ഈ കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്, അത് പൊതു താല്പര്യ സംരക്ഷണ പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനും ഈ റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാനായിട്ട് പറ്റും. എന്നിട്ട് അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് കോടതി നീക്കം ചെയ്യും. ഈ കോ വാറന്റോ റിട്ടാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ച റിട്ട് ഈ കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മൾ 5 റിട്ടുകളെ കുറിച്ച് പറഞ്ഞു. ആ 5ഉം എന്താന്ന് നമ്മൾ പറഞ്ഞത്? 5ഉം ലാറ്റിൻ പദങ്ങളാണ്. ആദ്യത്തേത് നമ്മൾ എന്താ പറഞ്ഞത്? ഹേബിയസ് കോർപ്പസ് അല്ലെ? ഹേബിയസ് കോർപ്പസ് അഥവാ ശരീരം ഹാജരാക്കുക, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. പിന്നെ മാൻഡമസ് അല്ലെ? ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പറഞ്ഞത്? നാം കൽപ്പിക്കുന്നു. പിന്നെ കോ വാറന്റോ എന്തധികാരം, അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ. സെർഷ്യോററി എന്താണ്? സെർഷ്യോററി നമ്മൾ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തുക അഥവാ പൂർണ്ണ വിവരം നൽകുക. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. ഇനിയോ ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള കേസ് പരിഗണിക്കുന്നത് ഏത് റിട്ടാടാ? അത് പ്രൊഹിബിഷൻ ആണ്. തടയുക എന്നർത്ഥം വരുന്ന പ്രൊഹിബിഷൻ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം,
ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ബി.എൻ. റാവു. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? നമുക്കറിയാം, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഭരണഘടനയുടെ ആമുഖം, പ്രീആമ്പിൾ ആയിട്ട് മാറിയത്. എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? എന്നാണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത് 1947 പിറ്റേ വർഷം ജനുവരി 22 അപ്പൊ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 1947 ജനുവരി 22 അത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിലുള്ള ബാക്കി ആൾക്കാർ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആരാണ് ബി.ആർ. അംബേദ്കർ? ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അല്ലെ. പിന്നെ ദളിതർക്ക് വേണ്ടി ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഈ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഏത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു? ഭരണഘടന ഉണ്ടാക്കാൻ കുറെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെയോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്ന് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ആ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ആഭ്യന്തര വകുപ്പ്, അതുപോലെ ഉപപ്രധാനമന്ത്രി ആയതൊക്കെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി കൊടുത്തിരിക്കുന്ന ആളാരാ? ബി.എൻ. റാവു. ആരാണ് ബി.എൻ. റാവു? നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു ബി.എൻ. റാവു അല്ലെ. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ബി.എൻ. റാവു. എങ്ങനെയാ ഇത് പഠിച്ചത്? വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ബി, വേണ്ട, എൻ നിർദ്ദേശം കൊടുക്കാൻ റാവു. ബി.എൻ. റാവു ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനും ആരാണ്? ബി.എൻ. റാവു ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ദ്വിമണ്ഡല നിയമസഭ. എന്താണ് ദ്വിമണ്ഡല നിയമസഭ? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് പറയാം. ഓപ്ഷൻസ്: തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലുങ്കാന. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, ഡൽഹി. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശ്, തെലുങ്കാന. ഉത്തർപ്രദേശ്, തെലുങ്കാന. ഇത് രണ്ടും എന്തുണ്ട്? ദ്വിമണ്ഡല നിയമസഭകളുണ്ട്. എന്താണ് ദ്വിമണ്ഡല നിയമസഭ എന്ന് പറഞ്ഞാല്? അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും രണ്ടും ഉള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും, നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ചില സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ടാകും, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാകും. അതായത് നിയമസഭയും ഉണ്ടാകും, സമിതിയും ഉണ്ടാകും. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉള്ള സഭകളുള്ള സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ദ്വിമണ്ഡല സഭ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ എത്ര സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭകൾ ഉള്ളത്? 6 സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുണ്ട്. ഏതൊക്കെയാണ് 6 സംസ്ഥാനങ്ങൾ? ഒന്ന് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന് 6 സംസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര. നമുക്ക് താഴ്ന്നു പോവാം. ആന്ധ്രാപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, പിന്നെ തെലുങ്കാനയുണ്ട്. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക. ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലുങ്കാനയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്. പിന്നെയോ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ആരൊക്കെയുള്ളത്? ബീഹാറും ഉത്തർപ്രദേശും ഉണ്ട്. ബീഹാറും ഉത്തർപ്രദേശും. ഈ 6 സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭയുള്ളത്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക, ബീഹാർ, ഉത്തർപ്രദേശ്. ഏരിയ ബേസ് ചെയ്ത് പഠിക്കുക, അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന അടുത്തടുത്താണല്ലോ ഉള്ളത്. മഹാരാഷ്ട്ര, കർണാടക, പിന്നെ ബീഹാർ, ഉത്തർപ്രദേശ്. ഈ 6 എണ്ണത്തിനാണ് എന്തുള്ളത്? ദ്വിമണ്ഡല സഭയുള്ളത്. അതിൽ നമ്മൾ ഓപ്ഷൻ വെച്ച് ആരേ വരുള്ളൂ?
ഉത്തർപ്രദേശ് തെലങ്കാനയെ വരുള്ളൂ അല്ലേ. ആദ്യത്തെ ഓപ്ഷനിൽ തമിഴ്നാട് കിടപ്പുണ്ട്, അപ്പൊ അത് വരില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ഗുജറാത്ത് കിടപ്പുണ്ട്, അത് വരില്ല. ലാസ്റ്റ് ഓപ്ഷനിൽ ഡൽഹി ഉണ്ട്, അതും വരില്ല. ഉത്തർപ്രദേശ് തെലങ്കാന ഉള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻസ്: ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, GV റാവു കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഏതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാപരമായ അംഗീകാരം കൊടുത്ത കമ്മിറ്റി? അത് PK തുങ്കൻ കമ്മിറ്റിയാണ്. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. അപ്പൊ എന്താണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് നമുക്ക് നോക്കാം. 1988 രൂപീകരിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് എന്ത്? PK തുങ്കൻ കമ്മിറ്റി. പാർലമെന്റ് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. വർഷം 1988. എന്താ ഇത് ചെയ്തത്? പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഏത്? PK തുങ്കൻ. അതിന്റെ അധ്യക്ഷന്റെ പേരാണ് അതിനുള്ളത്, PK തുങ്കൻ. ഇനിയോ ക്വസ്റ്റ്യനിൽ വേറെ കുറച്ച് കമ്മിറ്റികൾ ഉണ്ടല്ലോ അല്ലെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, GV റാവു കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇതില് ഓരോ കമ്മിറ്റിയുടെ വർഷം നമുക്ക് പഠിക്കാം. ഇതെല്ലാം പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് കേട്ടോ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. 1957 വന്ന കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1957 വന്ന കമ്മിറ്റി. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാനുള്ള ആദ്യത്തെ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 57 വന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്മിറ്റി നമ്മൾ പറഞ്ഞു PK തുങ്കൻ. നമ്മൾ പറഞ്ഞു 1988 അല്ലേ. GV റാവു കമ്മിറ്റി. GV റാവു കമ്മിറ്റി ശരിക്കും GVK റാവു കമ്മിറ്റി എന്നാണ് 1985 വന്നിട്ടുള്ളതാണ്. GVK റാവു കമ്മിറ്റി 1985 വന്നിട്ടുള്ള പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്തതോ അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി 1977 എന്ന് പറയുന്നത് ജനതാ സർക്കാരാണ് അല്ലേ. മൊറാർജി ദേശായി 1977 കൊണ്ടുവന്ന കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ ഇത് നാലും എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. വർഷം ഓർത്തിരിക്കുക. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 വന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പിന്നെ അതിന്റെ അധ്യക്ഷൻ ആരാണ്? കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബൽവന്ത് റായ് മേത്തയാണ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ട്ടോ. ത്രിതല പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞ കമ്മിറ്റി. ഇനിയോ പിന്നെ നമ്മൾ PK തുങ്കൻ നമ്മൾ പറഞ്ഞു. GVK റാവു കമ്മിറ്റി ഏതാ വർഷം പറഞ്ഞത്? 1985 GVK റാവു കമ്മിറ്റിയുടെ വർഷം നമ്മൾ പറഞ്ഞത്. പിന്നെയോ അശോക് മേത്ത കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് ഏത്? അശോക് മേത്ത കമ്മിറ്റി. എന്താ അറിയപ്പെടുന്നത്? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? അശോക് മേത്തയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയുണ്ട്. അതാരാണ്? അത് EMS ആണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് EMS. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതല സമ്പ്രദായം നിർദ്ദേശിച്ചെങ്കിൽ ഈ അശോക് മേത്ത കമ്മിറ്റി ദ്വിതല സംവിധാനം നിർദ്ദേശിച്ചു. എന്താണ്? ദ്വിതലം, 2 തലം. ബൽവന്ത് റായ് മേത്ത 3 തലം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആർട്ടിക്കിൾ 19 അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 എന്താ 19 പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് പ്രകാരം എത്ര അവകാശങ്ങളാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പു നൽകിയിട്ടുള്ളത്? അപ്പൊ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ A 5 ആണോ, B 6 ആണോ, C 10 ആണോ, D 12 ആണോ? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ B 6 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 19 എന്ത് പറയുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. അതിൽ എത്ര അവകാശങ്ങൾ നമുക്ക് ഉറപ്പ് നൽകി? 6 അവകാശങ്ങളെ കുറിച്ചാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് അതെന്താന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം കേട്ടോ. ആർട്ടിക്കിൾ 19 1 എന്താണ് പറയുന്നത്? 19 1 A എന്താ പറയുന്നത്? A ഫോർ അഭിപ്രായ സ്വാതന്ത്ര്യം. A ഫോർ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. 19 1 അഭിപ്രായ സ്വാതന്ത്ര്യം. 19 1 A അഭിപ്രായ സ്വാതന്ത്ര്യം.
ഈ 19 പറയുന്ന ഈ 6 കാര്യങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? 6 മൗലിക സ്വാതന്ത്ര്യം. അതിൽ 19 1A ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇനിയോ 19 1 B എന്താണ്? 1 B യെ കുറിച്ച് പറയുന്നത് നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. എങ്ങനെ ഒത്തുചേരണം? ആയുധം എടുത്തിട്ടാണോ? അല്ല, ആയുധമൊന്നും ഇല്ലാണ്ട് സമാധാനപരമായി ഒത്തുചേരണം. ഇനി 19 1 C എന്താ പറയുന്നത്? സി പറയുന്നത് സംഘടന. C ഫോർ സംഘടന. സംഘടനകൾ രൂപീകരിക്കാൻ, പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം. C ഫോർ സംഘടന. അപ്പൊ A ഫോർ അഭിപ്രായ സ്വാതന്ത്ര്യം, B സമാധാനപരമായി ഒത്തുചേരുക. ഓക്കെ, ഒത്തുചേരുക അല്ലെ. C എന്താ? സംഘടന. 19 1 C സംഘടനയ്ക്ക് വേണ്ടിയുള്ളതാണ്. 3 ഇനി 19 1 D എന്താ പറയുന്നത്? D ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുക. സഞ്ചരിക്കും. എന്തിലാ സഞ്ചരിക്കുന്നത്? ഡ്യൂക്കിലാണ് സഞ്ചരിക്കുന്നതെന്ന് ഓർത്താ പോരെ. അപ്പൊ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏതിൽ പറയുന്നത്? 19 1 D പറയുന്നത്. ഇനി 19 1 E എന്താടാ പറയുന്നത്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. എവിടെയും എന്ത് ചെയ്യാം? എൻജോയ് ചെയ്ത് താമസിക്കാം. അങ്ങനെ ഓർത്താ പോരെ. എൻജോയ് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പറയുന്നതാണ് 19 1 E. ഇനിയോ 19 1 E കഴിഞ്ഞ F ഇല്ല. പിന്നെ ആരാ ഉള്ളത്? 19 1 G ആണ്. അത് F ഇല്ലാത്തെ? F ആരായിരുന്നു എന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ, 44-ാം ഭേദഗതിയിലൂടെ ഒരാൾ എടുത്തു കളഞ്ഞില്ലേ? സ്വത്തവകാശം. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതായിരുന്നു 19 1 F. അതങ്ങോട്ട് മാറ്റി. പിന്നെ ആരാ ഇപ്പോൾ ഉള്ളത്? 19 1 G ആണുള്ളത്. 19 1 G യെ കുറിച്ച് ജിയിൽ എന്താടാ പറയുന്നത്? G ഫോർ ഇഷ്ടമുള്ള ജോലി. G ഫോർ ജോലി. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 19 1 G പറയുന്നത്. മനസ്സിലായോ? ഇതാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 19 1 A ഫോർ അഭിപ്രായ സ്വാതന്ത്ര്യം. 19 1 B നിരായുധരായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19 1 C സംഘടന. 19 1 D ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുക ഡ്യൂക്കില്. 19 1 E എൻജോയ് ചെയ്ത് എവിടെ വേണേലും താമസിക്കുക. 19 1 F ഇല്ല. G ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ A 2, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 4, ഓപ്ഷൻ D പൗരത്വം നഷ്ടപ്പെടില്ല. ഏതാണ് ഉത്തരം? ഓപ്ഷൻ B 3. ഒരു ഇന്ത്യൻ പൗരൻ എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. അപ്പൊ ഏതൊക്കെയാണ് ആ 3 രീതിയിൽ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഓക്കെ, ഒന്ന്, നമ്മൾ സ്വമേധയാ പൗരത്വം ഉപേക്ഷിക്കുക. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? പരിത്യാഗം. നമ്മൾ അത് ത്യാഗം ചെയ്ത് കൊടുത്തിട്ട് പോയി, എനിക്ക് വേണ്ട. പരിത്യാഗം അഥവാ റിനൗൺസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. പരിത്യാഗം. രണ്ടാമത്, ഗവൺമെന്റിനെ എന്ത് ചെയ്യുന്നു? നിർത്തലാക്കുന്നു. നിർത്തലാക്കൽ. ഒന്ന് പരിത്യാഗം, അടുത്തത് നിർത്തലാക്കൽ. ഇനി 3 ഉണ്ടല്ലോ. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് പൗരത്വ അപഹരണം അഥവാ ഡിപ്രിവേഷൻ. പൗരത്വ അപഹരണം. അപ്പൊ 1 പരിത്യാഗം, 2 നിർത്തലാക്കൽ, 3 പൗരത്വ അപഹരണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 3 വഴിയിൽ പൗരത്വം നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ 5 വഴിയിൽ നമുക്ക് പൗരത്വം കിട്ടുകയും ചെയ്യും. 5 രീതിയിൽ പൗരത്വം ലഭിക്കും, 3 വഴിയിൽ നഷ്ടപ്പെടും. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിലെ പൗരന്മാർക്ക് എത്ര രീതിയിൽ പൗരത്വം ലഭിക്കും എന്ന് ചോദിച്ചാൽ എത്ര രീതിയിൽ ലഭിക്കടാ? അത് 5 രീതിയിൽ ലഭിക്കും. നഷ്ടപ്പെടുന്നത് 3 രീതി. ഏതൊക്കെ രീതിയിലാണ് പൗരത്വം ലഭിക്കുക? ഒന്ന്, നമുക്ക് ബൈ ബർത്ത്. നമുക്കൊക്കെ ബൈ ബർത്ത് അല്ലേ പൗരത്വം കിട്ടിയേക്കുന്നത്? ജന്മനാ നമുക്ക് എന്ത് കിട്ടും? ജന്മനാ നമുക്ക് പൗരത്വം കിട്ടും. അതാണ് ബൈ ബർത്ത്. രണ്ടാമതോ, പിന്തുടർച്ച വഴി നമുക്ക് പൗരത്വം കിട്ടും അല്ലേ. നമുക്ക് ഈ ജന്മനെയും പിന്തുടർച്ചയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. പിന്തുടർച്ച വഴി നമുക്ക് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ പൗരത്വം കിട്ടി, അച്ഛനും അമ്മക്കൊക്കെ പൗരത്വം ഉണ്ട്, മുത്തച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്കും പൗരത്വം അല്ലേ. പിന്തുടർച്ച ബൈ ഡിസെന്റ് നമുക്ക് പൗരത്വം കിട്ടും. പിന്നെ രജിസ്ട്രേഷൻ വഴി നമുക്ക് പൗരത്വം കിട്ടും. ഏത് വഴിയാ? രജിസ്ട്രേഷൻ വഴി നമുക്ക് പൗരത്വം കിട്ടും. പിന്നെയോ, കുറെ കാലം ഇവിടെ നിന്നിട്ട് കുറെ വിദേശികൾക്കൊക്കെ അങ്ങനെ പൗരത്വം കിട്ടുന്നുണ്ട്. ചിരകാലവാസം മുഖേന പൗരത്വം കിട്ടുന്നു. ചിരകാലവാസം ബൈ നാച്ചുറലൈസേഷൻ. ചിരകാലവാസം മുഖേന കിട്ടും. പിന്നെയോ, പിന്നെ അങ്ങനെയാ 5ാമത്തെ വഴി എന്താ? അസോസിയേഷൻ ഓഫ് ടെറിട്ടറീസ്, അതായത് പ്രാദേശിക സംയോജനം കൊണ്ട് പൗരത്വം കിട്ടുന്നത്. അതായത് ഇന്ത്യയുടെ ഭാഗമല്ലാത്തൊരു സ്ഥലം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? അവിടുത്തെ ആൾക്കാർക്ക് ഇന്ത്യക്കാരായി മാറുന്നു. പ്രാദേശിക
സംയോജനം വഴി പൗരത്വം കിട്ടുന്നു. പ്രാദേശിക സംയോജനം. അപ്പൊ 5 രീതിയിൽ പൗരത്വം കിട്ടും, 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഷയത്തിൽ പെടുന്നു? ഓക്കെ, അപ്പൊ ഏത് ലിസ്റ്റിലാണ് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഏത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഉൾപ്പെട്ടിരിക്കുന്നത്. ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ ഓൾറെഡി ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. 246 ലിസ്റ്റുമായി സംബന്ധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഓപ്ഷനിൽ നോക്കിയ ഒരു അവശിഷ്ട അധികാരം എന്താ അത്? നമ്മൾ 3 തരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? കേന്ദ്ര ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. ഇവിടെ ഒരു അവശിഷ്ട അധികാരങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താണ് അവശിഷ്ട അധികാരം അഥവാ റെസിജ്വറി പവർ എന്ന് പറഞ്ഞാൽ? അതായത് ഈ 3 ലിസ്റ്റിലും വരാത്ത എന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം എവിടെ നടത്തും? അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ഹെഡിങ്ങിനുള്ളിലാണ് വരിക. എന്താ പറഞ്ഞത്? കേന്ദ്ര ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ എവിടെയാണ് ഡീൽ ചെയ്യുക? അവശിഷ്ട അധികാരത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഉണ്ട്. നമ്മുടെ സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ് പറയുന്നത്? അവശിഷ്ട അധികാരത്തിലാണ് പറയുന്നത്, റെസിജ്വറി പവറിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയോ നമ്മൾ പറഞ്ഞു ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 246 ആണെന്ന് അല്ലേ? അപ്പൊ അവശിഷ്ടാധികാരത്തിനും ഉണ്ടാവുമല്ലോ ആർട്ടിക്കിൾ. അതേതാണ്? 248 ആണ്. ഏതാണ്? 248. അപ്പൊ അത് ഭാഗം ഏത് തന്നെ വരുന്നത്? ഭാഗം 11 തന്നെയാണ് വരുന്നത് കേട്ടോ. ഭാഗം 11, പട്ടിക 7 ഒക്കെ തന്നെയാണ് അവശിഷ്ടാധികാരവും വരുന്നത്. അവശിഷ്ടാധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 248. അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമം. പിന്നെ ഒരു കാര്യം, അവശിഷ്ടാധികാരം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഇങ്ങനെ ഒരു ലിസ്റ്റിലും വരാത്ത സംഭവങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവശിഷ്ടാധികാരം എന്നറിയപ്പെടുന്നു. അത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അത് കാനഡയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. വലിയ പാരഗ്രാഫൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് നോക്കാം അല്ലേ? ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. പൊതുവെ മാത്സിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാറ് അല്ലേ? ഇതിൽ D മറ്റു 3 പേരോടായിട്ട് ചോദിച്ചു, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A പറഞ്ഞു അത് രാജീവ് കുമാർ ആണ്, B പറഞ്ഞു അത് ഗ്യാനേഷ് കുമാർ ആണ്, C പറഞ്ഞു അത് DY ചന്ദ്രചൂഡാണ് അല്ലേ? ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ D പറഞ്ഞു അത് സഞ്ജീവ് ഖന്നയാണ്. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? അതായത് ആരാണ് ഇന്ത്യയിലെ നിലവിലെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് നേരെ ചോദിച്ചാൽ മതി. അത് വളഞ്ഞു മൂക്ക് പിടിച്ച് ഇങ്ങനെ മാത്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പോലെ തന്നേക്കുവാണ്. അപ്പൊ ആര് പറഞ്ഞതാണ് ശരി? ആരാണ് ഇന്ത്യയിലെ നിലവിലെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. അപ്പൊ B പറഞ്ഞതാണ് ശരി അല്ലേ? B പറഞ്ഞത് ശരി. നിലവിലെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഗ്യാനേഷ് കുമാർ ആണ്. എത്രാമത്തെ ആളാണടാ? 26ാമത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ. എത്ര പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക? എത്ര പേരാ? 3 പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക കേട്ടോ. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പിന്നെ അത് കൂടാതെ വേറെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടാവുക. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ ലോകസഭ, അതുപോലെ തന്നെ നിയമസഭ ഇലക്ഷൻസ് ഒക്കെ നടത്തുന്നത്. നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല. പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റോൾ എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ LSCസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നഗരസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ആരാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ലാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നതും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതൊക്കെ നമുക്ക് കിട്ടും. സംസ്ഥാനം ചോദിക്കുമ്പോഴാണ് തെറ്റിക്കുക. ഓക്കെ, അപ്പൊ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ ആണ്.
ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാ ഉണ്ടാവുക? ദേശീയ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരാണ് ഉണ്ടാവുക. അപ്പം നിലവിലെ 3 ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അതിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗ്യാനേഷ് കുമാറാണ് അല്ലേ. ഇനി അത് കൂടാണ്ട് അപ്പോൾ 2 പേരുണ്ടാവുമല്ലോ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കൂട്ടിയിട്ടാണ് 3 പേര് കേട്ടോ, അല്ലാണ്ട് 2 പേരാണുള്ളത്. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നിലവിലത് ഗ്യാനേഷ് കുമാറാണ്. ബാക്കിയുള്ള 2 പേര്, ഒന്ന് സുഖ്ബീർ സിംഗ് ആണ്. ആരാണ്? സുഖ്ബീർ സിംഗ്. പിന്നെ വിവേക് ജോഷി. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ്, വിവേക് ജോഷി. അതിൽ ഗ്യാനേഷ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഓക്കെ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ. അപ്പൊ എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ? ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ അതിന് എന്തുണ്ടാകും? ആർട്ടിക്കിൾ ഉണ്ടാവൂലേ? ഉണ്ടാകും. അപ്പൊ ഈ ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 324 ആണ്. 324. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ വന്നത് 1950 ജനുവരി 25-നാണ്. ജനുവരി 25. 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ വന്നത്. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324 ആണ്. ഇനിയോ കേരളത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ? അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അത് 243K ആണ്. എന്താണ്? 243K ആണ്. നാഷണൽ അഥവാ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ 324, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 243K ആണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന യോഗ്യതകൾ? ഏതൊക്കെയാണ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന യോഗ്യതകൾ? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് യോഗ്യതകള്? ഇതില് 1ഉം 3ഉം മാത്രമാണ് ശരിയായി വരുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ആണോ? 25 വയസ്സാണോ? നഗരസഭകളിൽ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി എത്രയാണ്? 21 വയസ്സാണ്. 21 വയസ്സ്, 25 അല്ല, 21 വയസ്സ്. അപ്പൊ നമുക്ക് ഓരോ പൊസിഷനിൽ മത്സരിക്കാനുള്ള പ്രായപരിധി എത്രയാണ് എന്നുള്ളത് നോക്കാം. രാഷ്ട്രപതിയായിട്ടും ഉപരാഷ്ട്രപതിയായിട്ടും മത്സരിക്കണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് വേണം? മിനിമം 35 വയസ്സ് വേണം. ഇനി രാജ്യസഭാ ഇലക്ഷന് നിൽക്കണമെങ്കിലോ, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനാണെങ്കിലോ, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ 30 വയസ്സ് മിനിമം വേണം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും, ഏതിലൊക്കെയാ? ലോകസഭയിലേക്കും അതുപോലെ സംസ്ഥാന നിയമസഭയിലേക്കും മത്സരിക്കണമെങ്കിൽ കുറഞ്ഞത് 25 വയസ്സാണ് വേണ്ടത്. ഇനിയോ പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു 21 വയസ്സ്. അപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 35 വയസ്സ്, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ 30 വയസ്സ് മിനിമം വേണം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ മിനിമം എത്ര വയസ്സ് വേണം? 25 വയസ്സ്. പഞ്ചായത്ത് നഗരസഭ ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ 21 വയസ്സാണ് ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കണ്ടില്ലേ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്ന് കണ്ടില്ലേ, ക്വസ്റ്റ്യൻ ഏരിയ റിപ്പീറ്റ് വന്ന് കണ്ടില്ലേ? നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് വന്ന കമ്മീഷൻസ് ഏതൊക്കെയാന്ന് ഓൾറെഡി ഒരു തവണ പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബൽവന്ത് റായ് കമ്മീഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാ അല്ലെ. അശോക് മേത്ത കമ്മീഷൻ, PK തുങ്കൻ കമ്മീഷൻ, പിന്നെയോ
സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ അതാണ് എന്തുമായി ബന്ധപ്പെടാത്തത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെടാത്തത്. ചോദ്യം എന്താണ്? ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ. അതായത് 1, 2, 3 മാത്രം. ഇതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സർക്കാരിയ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെയോ എന്തുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ആരാണ് ഇതിന്റെ തലവൻ? RS സർക്കാരിയാണ് സർക്കാരിയ കമ്മീഷന്റെ തലവൻ. RS സർക്കാരിയ. 1983 വന്ന കമ്മീഷനാണ്. കേന്ദ്ര സർക്കാരാണ് നിയമിച്ചത്. ചെയർമാൻ RS സർക്കാരിയാണ്. 83 വന്നെങ്കിലും 88 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് കേട്ടോ. 1988 റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തിനു വേണ്ടി വന്നതാണ്? ആ പേരിൽ തന്നെ ഇല്ലേ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനും നിർദ്ദേശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ ബാക്കി കമ്മീഷന്റെ വർഷവും കാര്യങ്ങളൊക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? എന്താ ചോദിച്ചത്? ശരിയല്ലാത്തതാണ്. ശരിയായത് എഴുതി പോകരുത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. അടുത്തതായിട്ട്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു അല്ലേ? ഇതില് ഈ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കണ്ടവർക്കാണെങ്കിൽ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അപ്പം തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് തെറ്റായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് ഏതാണ്, ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയല്ലാത്തത് എന്ന് പറയുമ്പോൾ 1ഉം 4ഉം എന്താണ്? ശരിയാണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ഒന്നും കൂടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ 1927 ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കണം എന്ന് മോത്തിലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചു. എവിടെയാണ്? 1927 ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, INC സമ്മേളനത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊരു ഭരണഘടന തയ്യാറാക്കണം. നിലവിലെ ഭരണഘടന ആര് തയ്യാറാക്കിയതാ? ഭരണഘടനാ നിയമനിർമ്മാണ സമിതി തയ്യാറാക്കിയതാണല്ലോ. അപ്പോൾ മോത്തിലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്ന് 1927 പറഞ്ഞു. അങ്ങനെ ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി 1928 രൂപീകരിക്കുകയാണ്. ഓക്കെ, ആ കമ്മിറ്റി 1928 അതിന്റെ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. അതാണ് ഇവിടെ 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനാ രൂപം നൽകി എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയി വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ കടമെടുത്ത് അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു അവശിഷ്ടാധികാരം എവിടെ നിന്നെടുത്തു? കാനഡയിൽ നിന്നെടുത്തു. റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നെടുത്തു എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ആമുഖം അമേരിക്കയിൽ നിന്നെടുത്തു എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണല്ലോ, മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ
അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടേതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ അതേപടി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വന്നതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഇത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് നമ്മൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. അത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഏതാ? 1950 ജനുവരി 26. ഇതെന്ത് ഡേറ്റാ? ഇത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് ആണ്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി 1950 ജനുവരി 26 ഭരണഘടന അംഗീകരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? 1949 നവംബർ 26. അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ഇനി ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് നടന്നത് 1946 ഡിസംബറിലാണ്. ഇതും ഓൾറെഡി ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കാണണം കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്, എപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എന്താ പറയുക, ഇത് തന്നെ ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വേറെയും ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അപ്പൊ എന്നാണ് ആദ്യത്തെ മീറ്റിംഗ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ? ഓൾറെഡി പഠിച്ചവർക്ക് അറിയാം, 1946 ഡിസംബർ 9 അല്ലേ? ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നു. ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് കൂടുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. 2ഉം 3ഉമാണ് തെറ്റുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏത് പദം? റിപ്പബ്ലിക് എന്ന പദം. നോക്കാം. ഓപ്ഷൻ എ, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതാണോ? അല്ല. പിന്നെ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നാം എല്ലാവരും തുല്യരാണ്. അതാണോ റിപ്പബ്ലിക്? അല്ല. പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പൂർണ്ണാധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരമുണ്ടോ ജനങ്ങൾക്ക്? ഇല്ല അല്ലെ? അതും തെറ്റാണ്. അടുത്തതോ, ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ശരി. ഇതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്? ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്ത്യയുടെ എന്നല്ല, രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ള 5 ലക്ഷ്യങ്ങളുണ്ട്. 5 ലക്ഷ്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ പസോമജറി എന്നാണ് കോഡ് പോലെ പറയുന്നത്. കോഡായിട്ട് പറയുന്നത് പസോമജറി എന്നാണ് കേട്ടോ. പസോമജറി. ഓക്കെ, അതില് എന്താണ് പ എന്ന് പറഞ്ഞാൽ? പ എന്ന് പറഞ്ഞാൽ പരമാധികാരം. എന്താണ്? പരമാധികാരം. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം. സോഷ്യലിസം. മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മതേതരത്വം. മതേതരത്വം. ജ എന്ന് പറഞ്ഞാലോ? ജനാധിപത്യം. ജനാധിപത്യം. റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ റിപ്പബ്ലിക് അല്ലേ? ഇന്ത്യയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 5 അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പസോമജറി. പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അതില് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. എന്താണ് പരമാധികാരം? ഇന്ത്യയുടെ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ട് അല്ലേ? ഇതെവിടെ നമ്മൾ കണ്ടു? ഒരു പോയിന്റ് ആയിട്ട് ഇപ്പം നമ്മൾ വായിച്ചു. എന്താ നമ്മൾ വായിച്ചത്? അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ജനങ്ങൾക്കല്ല, ആർക്കാണ്? രാഷ്ട്രത്തിന്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അതാണ് എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പരമാധികാരം ചോദിച്ചിട്ടുണ്ട് പരമാധികാരം കേട്ടോ. ഓക്കെ, അപ്പൊ രാജ്യത്തിന് ഇന്ത്യയുടെ പുറത്തും അകത്തുമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരത്തെയാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സോഷ്യലിസം. അടുത്തതാണ് സോഷ്യലിസം അല്ലെ? എന്താ സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പുവരുത്തുക. സ്ഥിതി സമത്വം എന്നാണ് മലയാളം വേർഡ്. എന്താ പറഞ്ഞത്?
നമ്മുടെ ഇന്ത്യയിലുള്ള അസമത്വങ്ങൾ കുറച്ചുകൊണ്ട് സാമൂഹിക നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തുക. ഏതൊക്കെ രീതിയിലുള്ള അസമത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? എന്തൊക്കെ രീതിയിലുള്ള അസമത്വങ്ങളാണുള്ളത്? സാമൂഹ്യ അസമത്വം, സാമൂഹികമായ അസമത്വം, പിന്നെയോ സാമ്പത്തികമായ അസമത്വം, സാമൂഹികമായ അസമത്വം, സാമ്പത്തികമായ അസമത്വം, അതുപോലെ തന്നെ രാഷ്ട്രീയ അസമത്വം. ഈ അസമത്വങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി തുല്യത ഉറപ്പുവരുത്തുക അഥവാ സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് കൊണ്ടാണ് സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതോ മതേതരത്വം. എന്താണ് മതേതരത്വം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെ? ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം. അതിന് പൗരന്മാർക്ക് അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. രാഷ്ട്രത്തിന് എന്തില്ലടാ? ഔദ്യോഗികമായ ഒരു മതമില്ല എന്ന് പറയുന്നതാണ് മതേതരത്വം. അടുത്ത ടേം എന്താണ്? അടുത്ത ടേമാണ് ജനാധിപത്യം, അല്ലെ? എന്താണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ലേ ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതാണ് ജനാധിപത്യം. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നത് ജനാധിപത്യം. രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത് റിപ്പബ്ലിക്. മനസ്സിലായല്ലോ? 5 ടേം മനസ്സിലായല്ലോ? ഇത് SCERT ഫാക്ട് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? കണ്ടോ, പൗരത്വം എന്ന് പറയുന്ന ഈ ടോപ്പിക് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ? നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അന്നേരം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതൊക്കെ വഴിയിൽ, എത്ര വഴിയിൽ പൗരത്വം നഷ്ടപ്പെടാം? അപ്പൊ കണക്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചില്ലേടാ? പൗരത്വം കിട്ടുന്ന വഴികൾ 5 ഉണ്ട് എന്ന് പഠിച്ചില്ലേ? അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായോ? കണക്റ്റിംഗ് ഫാക്ട് പഠിക്കുന്നതിന്റെ ഒരു ഉപയോഗം മനസ്സിലായോ? ഓപ്ഷൻസ് നോക്കാം. പാരമ്പര്യം വഴിയുള്ള പൗരത്വം. അതെന്തായാലും ആർക്ക് കിട്ടില്ല? വിദേശിയായ അയാളുടെ എന്താ പറയാ, ഇന്ത്യക്കാരി അല്ലാത്ത ഇന്ത്യൻ പൗരന്റെ ഭാര്യയ്ക്ക് പാരമ്പര്യം വഴി കിട്ടില്ല. പിന്നെ ജന്മം കൊണ്ട് കിട്ടുമോ? ഇല്ല. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, അതാണ് ഉത്തരം കേട്ടോ. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഭൂപ്രദേശ സംയോജനം കൊണ്ടും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. പാരമ്പര്യം വഴി, ജന്മം കൊണ്ട്, ഭൂപ്രദേശ സംയോജനം കൊണ്ട്, രജിസ്ട്രേഷൻ കൊണ്ടൊക്കെ എങ്ങനെ എന്ത് കിട്ടുന്നു നമ്മൾ പഠിച്ചു. പൗരത്വം കിട്ടുന്നു നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ ഇവിടെ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് പൗരത്വം ലഭിക്കുന്ന രീതി ഏതാണ്? അത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്, അല്ലെ? രജിസ്ട്രേഷൻ വഴി. ഇത് കൂടാതെ നമ്മൾ ഒന്നും കൂടെ പഠിച്ചിരുന്നല്ലോ, ചിരകാലവാസം മുഖേന. അതാണ് 5ാമത്തത്, അല്ലെ? ചിരകാലവാസം മുഖേന എന്ത് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു? നമ്മുടെ പൗരത്വം കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇനി പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 20 ഉൾപ്പെടാത്ത വസ്തുത എന്താണ്? ഓപ്ഷൻസ് നോക്കാം. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. ബി, നിയമ നടപടിയിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. സി, നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്. ഡി, ഒരു ലംഘനത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. നമ്മളോട് ചോദിച്ചത് ഉൾപ്പെടാത്തതാണ്, അല്ലെ? ആർട്ടിക്കിൾ 20 ഉൾപ്പെടാത്തത്. ഉത്തരം പറയാം. നിയമ നടപടിയിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. ഇതെന്തിൽ ഉൾപ്പെട്ടിട്ടില്ല? ആർട്ടിക്കിൾ 20 ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 20 പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആർട്ടിക്കിൾ 20 പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. എന്താണ്? മുൻകാല പ്രാബല്യത്തോടുകൂടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. അതാണ് ഒന്നാമതായിട്ട് ആർട്ടിക്കിൾ 20 പറയുന്നത്. മുൻകാല പ്രാബല്യത്തോടുകൂടെ, മുൻകാല പ്രാബല്യം. അടുത്തതോ, നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്നയാളാണ് കുറ്റവാളി. അതായത് ഇനി ഭാവിയിൽ ഒരു നിയമം വരാനിരിക്കുന്നുണ്ട്, ആ നിയമം ലംഘിക്കുന്ന ആൾ കുറ്റവാളി ഇപ്പൊ തന്നെ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നിലവിലുള്ള നിയമം ലംഘിക്കുന്നയാളാണ് കുറ്റവാളി. അതുപോലെ തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല, അല്ലെ? മുൻകാല പ്രാബല്യത്തോടുകൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ. പിന്നെ കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നൊരാൾ ഒരു ശിക്ഷ ചെയ്തു, ഇന്നൊരാൾ ഒരു കുറ്റം ചെയ്തു, പക്ഷെ മറ്റന്നാൾ ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ട് ആ കുറ്റത്തിന് പുതിയ ശിക്ഷ വരാൻ പോവാണ്, പുതിയ ശിക്ഷ വിധിക്കാൻ പോവാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ആ ശിക്ഷ കൊടുക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അയാൾ കുറ്റം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താണോ ശിക്ഷ കിട്ടുക അതാണ്
അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ നാളെ മറ്റന്നാളോ വേറെ നിയമം വരും, ആ നിയമത്തിൽ കുറച്ചുകൂടെ കൂടിയ ശിക്ഷ കൊടുക്കാൻ പറ്റും, അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ അയാൾക്ക് ചുമത്താമോ അതാണ് അയാൾക്ക് കിട്ടുന്ന മാക്സിമം ശിക്ഷ. പ്രധാനപ്പെട്ട പോയിന്റ്, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. പിന്നെയോ, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ പാടില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഒരു കുറ്റത്തിന് അയാളെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഇത് ആർട്ടിക്കിൾ 20 സബ്സെക്ഷൻ 2 പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 20 സബ്സെക്ഷൻ 2. പിന്നെയോ, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പാടില്ല. ഇപ്പം എനിക്ക് എതിരെ തന്നെ തെളിവ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെ തന്നെ തെളിവ് കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അത് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 20 പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിവിടെ തെറ്റെന്ന് പറഞ്ഞ ഒരു ഉത്തരമില്ലേ, നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. അതപ്പോൾ ഏത് ആർട്ടിക്കിളാ? അത് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21. എന്താ അതിൽ പറയുന്നത്? നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾസ് ആണ് ഈ ആർട്ടിക്കിൾ 20 21. ആർട്ടിക്കിൾ 20 21 അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഓക്കെ. ലോകസഭയുടെ കാലാവധി 6 നിന്നും 5 വർഷമാക്കി മാറ്റിയത് ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കി മാറ്റി. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അടുത്തതോ 42ാം ഭരണഘടനാ ഭേദഗതി ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഇതിലെ 1-2 കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം പറയാം. ഉത്തരം 1 തെറ്റുള്ളത് കേട്ടോ. 1 തെറ്റുള്ളത്. ഓക്കെ. ഇതാണ് തെറ്റായത്. 1 മാത്രമാണ് തെറ്റായത്. അപ്പോൾ നമുക്ക് നോക്കാം. ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഏത് ഭേദഗതിയാ? ലോകസഭയുടെ കാലാവധി 6 നിന്നും 5 ആക്കി മാറ്റിയത് 44ാം ഭേദഗതിയാണ്. 44ാം ഭേദഗതി. 42ാം ഭേദഗതി അപ്പോൾ എന്താ ചെയ്തത്? 6 വർഷമാക്കി കൂട്ടി. 5 വർഷമായിരുന്ന കാലാവധി, ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി കൂട്ടിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ദിരാഗാന്ധിയുടെ ഭേദഗതിയാണ് 42ാം ഭേദഗതി. 44ാം ഭേദഗതിയിൽ അത് തിരിച്ച് 5 വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 6 വർഷത്തിൽ നിന്നും 5 വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഭേദഗതിയാണ് 44ാം ഭേദഗതി. ആരുള്ളപ്പോ? മൊറാർജി ദേശായി ഉള്ളപ്പോ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയത്. പിന്നെയോ നമ്മുടെ മൗലിക കടമകൾ 4A എന്ന് പറയുന്ന ഭാഗത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. പിന്നെയോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുഭരണഘടനാ ഭേദഗതി, ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 20 21 റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് മുമ്പേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 20 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ ആക്കി മാറ്റിയത് ആർട്ടിക്കിൾ 20 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഭേദഗതിയും 44ാമത് ഭേദഗതിയാണ്. അത് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഭേദഗതികളെ കുറിച്ച് കറക്റ്റ് പഠിക്കണം. 42ാം ഭേദഗതി സ്പെഷ്യൽ ആയിട്ട് പഠിക്കണം. അതൊരു ക്ലാസ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു തരാം. അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും മസ്റ്റായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് 42ാമത് ഭേദഗതി. ഇപ്പം ഇത് മനസ്സിലായല്ലോ. 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി കാലാവധി കൂട്ടിയത് 42ാം ഭേദഗതിയാണ്. അത് തിരിച്ച് 6 വർഷത്തിൽ നിന്നും 5 വർഷത്തിലേക്ക് കൊണ്ടുവന്നത് 44ാം ഭേദഗതിയാണ്. സെറ്റല്ലേ? ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? നമുക്ക് വായിച്ചു നോക്കാം. ഓപ്ഷൻസ്. 1 പറയുന്നത് മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്. ശരിയാണല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണ്. ഇപ്പൊ 10 ആണുള്ളത്? അല്ല കേട്ടോ. തുടക്കത്തിൽ 10ഉം ഇപ്പോ 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്.
അടുത്തത് മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പ് നൽകുന്നു. ഇത് തെറ്റാണ് കേട്ടോ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് മൗലിക കടമയല്ല, അതൊരു നിർദ്ദേശക തത്വമാണ് അല്ലേ. അതെവിടെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും നിലവിൽ വന്നിട്ടുണ്ടോ? ഇല്ല, അതൊരു നിർദ്ദേശം മാത്രമാണ്, അതൊരു നിർദ്ദേശക തത്വമാണ്. നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 39D അത് പറയുന്നത്. ആർട്ടിക്കിൾ 39D പറയുന്ന നിർദ്ദേശക തത്വമാണ് തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അത് രണ്ടും തെറ്റാണ്, 2ഉം 3ഉം തെറ്റാണ്. പിന്നെയോ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ് ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാവേ. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വായിക്കാം. ഒന്ന്, 1977 രൂപീകൃതമായ അശോക് മേത്ത കമ്മിറ്റി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമതലങ്ങളിൽ ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്. അടുത്തത്, 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. നമ്മൾ പഠിച്ചു തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി എന്ത് ചെയ്തു, ശുപാർശ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ വർഷം അതാണോ? ആലോചിച്ച് നോക്കൂ ഉത്തരം പറയുമ്പോഴേക്ക്. അതുപോലെ ഫസ്റ്റത്തെ ഓപ്ഷനിലെ അശോക് മേത്ത കമ്മിറ്റി 1977 വർഷം നമ്മൾ അതാണോ പഠിച്ചത്? ആണെങ്കിൽ കാര്യം നമ്മൾ അതാണോ പഠിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമതലങ്ങളിൽ ത്രിതല ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർത്ത് നോക്കുക. ഉത്തരം ഞാൻ പറയുമ്പോഴേക്ക് ഓർത്ത് നോക്കുക കേട്ടോ. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജില്ലാതലം, ബ്ലോക്ക് തലം എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ശരിയാണോ? ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നു തൊട്ട് മുമ്പ്. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇതിൽ ഏതാണ് ശരിയായ വസ്തുത എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ 7 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമവുമാണ് കൊടുത്തിരിക്കുന്നത്, കമ്മീഷൻസിനെ കുറിച്ചാണ് ചോദ്യമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലെ തെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കാം. 1977 രൂപീകൃതമായ അശോക് മേത്ത കമ്മിറ്റി ശരിയാണ്. അശോക് മേത്ത കമ്മിറ്റി രൂപീകൃതമായത് 1977 പക്ഷേ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ എന്തായിരുന്നു? അശോക് മേത്ത കമ്മിറ്റി ഒരിക്കലും ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടില്ല. ഇവിടെ എന്താ പറയുന്നത്? ജില്ലാ, ബ്ലോക്ക്, ഗ്രാമതലങ്ങളിൽ അശോക് മേത്ത കമ്മിറ്റി ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ആണോ? അല്ല. അശോക് മേത്ത കമ്മിറ്റിയുടെ സജഷൻ, നിർദ്ദേശം എന്ന് പറയുന്നത് ദ്വിതല ഗവൺമെന്റ് ആയിരുന്നു. ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്, ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്ത് എന്നിങ്ങനെ 2 ദ്വിതല സംവിധാനം നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി, അല്ലാതെ ത്രിതലമല്ല. അപ്പൊ അത് തെറ്റല്ലേ? വർഷം മാത്രം ഇവിടെ ശരി കൊടുത്തിട്ടുള്ളൂ, കാര്യം ശരിയല്ല കേട്ടോ. ത്രിതലമല്ല, ദ്വിതലമാണ്. അടുത്തതോ, 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി കൊടുത്തു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. അത് ശരിയാണ്. പക്ഷെ വർഷം 84 അല്ല, നമ്മൾ പഠിച്ചു 1988 ആണ്. അടുത്തത്, 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജില്ലാതലം, ബ്ലോക്ക് തലം എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റ് ശുപാർശയാണ് കൊടുത്തത്. ആണോ? അല്ല. 57 എന്നുള്ള വർഷം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടേത് ശരിയാണ്. പക്ഷേ ദ്വിതല ഗവൺമെന്റിന് ശുപാർശ കൊടുത്തത് ആരാ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതാരാ? അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. പിന്നെ ത്രിതലത്തിനാണ് ആര് പറഞ്ഞത്? ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ എന്ന് പറയുന്നത് ത്രിതല ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ബൽവന്ത് റായ് മേത്തയും അശോക് മേത്ത കമ്മിറ്റിയുടെയും ശുപാർശകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. വർഷം തെറ്റാണ്. പിന്നെ വർഷം മാത്രം ശരിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റേ ഇതിൽ ശരിയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്. പിന്നെ ക്വസ്റ്റ്യനിലെ ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്തു? ഓപ്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്നിവ തെറ്റ് എന്നുള്ളതാണ് ശരിക്കും ഉത്തരം വരേണ്ടത് അല്ലേ. 1, 2, 3 എന്നിവ തെറ്റ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് 1957 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത ഇവര് ശുപാർശ ചെയ്തത് ഇത്
ത്രിതല ഭരണ സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്താണ് ത്രിതല ഭരണ സംവിധാനം? ഓക്കെ, ഗ്രാമം, അതുപോലെ ബ്ലോക്ക്, ജില്ല എന്നിങ്ങനെ 3 ത്രിതല ഭരണ സംവിധാനം കൊണ്ടുവരണം എന്നാണ് ബൽവന്ത് റായ് മേത്ത പറഞ്ഞത്. ഇനി 1977 കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് ദ്വിതല സംവിധാനം, അതായത് ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തും ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തും, അങ്ങനെ ദ്വിതലം കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് വരുന്ന കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഹോട്ട് ടോപ്പിക്സിന്റെ പ്രാധാന്യം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിപ്പോൾ 2026 മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എന്തോരം ടോപ്പിക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ? ഈ പിന്നെ LSCs, അതായത് തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ നമ്മൾ തന്നെ 2 വട്ടം പറഞ്ഞു. പൗരത്വം നമ്മൾ തന്നെ പറഞ്ഞു. മൗലിക കടമകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ആ മൗലിക കടമകളുടെ ഇടക്ക് തന്നെ നിർദ്ദേശക തത്വങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു. ശരിയായതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. 1 കൊടുത്തിരിക്കുന്നു, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 2, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. 3, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. 4, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഓക്കെ, നമ്മളോട് പറയുന്നത് ശരിയായ വിവരങ്ങൾ ഏതൊക്കെയാണല്ലേ? ശരിയായത് 2, 3, 4 മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാടാ? 1 തെറ്റാണ്. എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. പിന്നെ ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? അത് പ്രസിഡന്റാണ്. ഇന്ത്യയിലെ രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമുക്ക് വായിക്കാം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലൂടെ പാസാക്കിയ ഒരു നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. ഇനിയോ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. എന്ത് വേണ്ട? പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട. ഓക്കെ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ലോകസഭാ സ്പീക്കറാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ എന്താണ് സംയുക്ത സമ്മേളനം അല്ലേ? എന്താണ് സംയുക്ത സമ്മേളനം? ഒരു ബില്ലിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒരു ബില്ല് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗമാണ് സംയുക്ത സമ്മേളനം. ഇപ്പോൾ ഒരു ബില്ല് പാസ്സാകാൻ വേണ്ടി കൊടുക്കുകയാണ്. ലോകസഭ പറയുന്നതല്ല രാജ്യസഭ പറയുന്നത്, രാജ്യസഭ പറയുന്നതല്ല ലോകസഭ അംഗീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രശ്നം വരുമ്പോൾ അവിടെയാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ഒരു മാർഗം ഇരിക്കുന്നത്. ഓക്കെ, ഈ സംയുക്ത സമ്മേളനം ഭരണഘടന പറയുന്ന ഒരു പരിഹാരമാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും ഇവിടെ? ആർട്ടിക്കിൾ ഉണ്ടാവും. ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിനൊരു ആർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 108. ഇനിയോ, സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്ത ആശയമാണ് സംയുക്ത സമ്മേളനം. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭയുടെ സ്പീക്കറാണ്. ഇനി ലോകസഭയുടെ സ്പീക്കർ ഇല്ലെങ്കിൽ ആരാ അധ്യക്ഷത വഹിക്കുക? അത് ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അയാളും ഇല്ലെങ്കിലോ? ലോകസഭാ സ്പീക്കറും ഇല്ല, ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല. അപ്പോൾ ആരാ? രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. മനസ്സിലായല്ലോ? ഓക്കെ, എന്തുകൊണ്ടാണ് രാജ്യസഭയുടെ ചെയർമാൻ ഈ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കാത്തത്? രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാടാ? അത് നമ്മളെ ഉപരാഷ്ട്രപതിയാണ് അല്ലേ? ഉപരാഷ്ട്രപതി ആരല്ല? പാർലമെന്റിന്റെ അംഗമല്ല. അപ്പോൾ പാർലമെന്റിന്റെ അംഗമല്ല ഉപരാഷ്ട്രപതി. അതുകൊണ്ട് പാർലമെന്റിന്റെ അംഗമല്ലാത്ത ഉപരാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണ് അധ്യക്ഷത വഹിക്കുക എന്ന് പറഞ്ഞത്? ആദ്യം നമ്മൾ പറയുന്ന ഫസ്റ്റ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത് ലോകസഭയിലെ ആർക്കാണ്? സ്പീക്കർക്കാണ് അല്ലേ? സ്പീക്കർ ഇല്ലെങ്കിൽ ആരാടാ? സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലാണ് നമ്മൾ ആരെ പറഞ്ഞത്? രാജ്യസഭയിലെ
ഉപരാഷ്ട്രപതി അല്ല, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാൻ ആവില്ല, കാരണം രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റിലെ അംഗമല്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മണി ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്, ഏതൊക്കെ മണി ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ല്, അതായത് അമെൻമെന്റ് ബില്ലുകൾ, ഈ രണ്ട് ബില്ലുകളും എന്ത് ചെയ്യാൻ പറ്റില്ല? സംയുക്ത സമ്മേളനം വഴി പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഏതൊക്കെ ബില്ല? മണി ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ലും. പാർലമെന്റിന്റെ ചരിത്രത്തിൽ 3 തവണയാണ് ഇതുവരെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എത്ര തവണ? 3 തവണ. ഓക്കെ, അതിലൊന്നാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട സ്ത്രീധന നിരോധന നിയമമാണ് ഒരു തവണ പാസ്സാക്കിയ ബില്ല്. ഓക്കെ അല്ലേ? രണ്ടാമതായിട്ട് ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ എന്നറിയപ്പെടുന്ന ബില്ലാണ്. എന്താ? ബാങ്കിങ് സർവീസ് കമ്മീഷൻ. 1 സ്ത്രീധന നിരോധന നിയമം, 2 ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ, 3 ഭീകരവാദ വിരുദ്ധ നിയമം അഥവാ പോട്ട ബില്ല് പാസ്സാക്കിയത് ഏത് വഴിയാണെന്ന് പറയുന്നത്? നമ്മുടെ സംയുക്ത സമ്മേളനം വഴിയാണ്. അപ്പോൾ ഇതുവരെ 3 തവണയാണ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. ആദ്യമായി വിളിച്ചു ചേർത്തത് സ്ത്രീധന നിരോധന നിയമം ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ വർഷവും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സ്ത്രീധന നിരോധന നിയമം ബില്ല് പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിച്ചത് 1961 നമ്മുടെ പ്രസിഡന്റ് അന്നേരത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ എന്ത് വിളിച്ചു കൂട്ടിയത്? ഈ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ സ്പീക്കറാണല്ലോ അധ്യക്ഷത വഹിക്കുക. ആരായിരുന്നു സ്പീക്കർ? എം അനന്തശയനം അയ്യങ്കാറാണ് അല്ലേ? എം അനന്തശയനം അയ്യങ്കാർ, MA അയ്യങ്കാറാണ് അന്നേരത്തെ സ്പീക്കർ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ 1 എന്താണെന്നാ പറഞ്ഞത്? സ്ത്രീധന നിരോധന നിയമ ബില്ല്, 2 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ല്, 3 പോട്ട ബില്ല്, ഭീകരവാദ വിരുദ്ധ നിയമം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനയാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. അടുത്തത്, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. അടുത്തതോ, മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടനയുടെ 164 സബ്സെക്ഷൻ 2 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നു. അടുത്തതോ, ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. പഠിച്ചു വെച്ചോ. ഇത് 2-3 ദിവസം മുമ്പ് നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഡിഗ്രി ലെവലിലും 10th-ലും +2-ലൊക്കെ കാണാം. ഡിഗ്രി ലെവൽ എന്തായാലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഠിച്ചു വെക്കുക. എല്ലാം ശരിയാണ്. നമുക്കൊന്നുകൂടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. ശരിയാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. 12-ൽ എണ്ണം കുറയാൻ പാടില്ല, 15% കവിയാൻ പാടില്ല. പിന്നെയോ, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഫൈനൽ ആൻസർ കീ പോലും ഇതിന്റെ വന്നിട്ടില്ല. ഓക്കെ, മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് പ്രസ്താവിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളും പഠിച്ചു വെക്കുക. 164-ൽ 2 എന്താണ്? മന്ത്രിസഭയ്ക്ക് നിയമസഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 164-ൽ 2. അടുത്തതോ, ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിനെ ആ ഉദ്യോഗം വഹിക്കാവുന്നതാണ് അല്ലേ? ആരാണ് അഡ്വക്കേറ്റ് ജനറൽ? സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേഷ്ടാവാണ് അഡ്വക്കേറ്റ് ജനറൽ അല്ലേ? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാം? ഇതിൽ തുടരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയരുത്, പെർസെൻറ്റേജ് 15-ൽ കൂടാൻ പാടില്ല അല്ലേ? ഇതെപ്പോൾ വന്നതാണെന്നറിയോ? ഇത് 91-ാം ഭേദഗതി പ്രകാരം 91ാമത് ഭേദഗതി പ്രകാരം വന്നിട്ടുള്ള മാറ്റമാണിത്. ഒറ്റ സെക്കൻഡ്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 91ാം ഭേദഗതി പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്.
എപ്പോഴായിരുന്നു 91 ഭേദഗതി? എപ്പോഴാണ് 91 ഭേദഗതി? എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം വന്ന ഒരു അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അമെൻമെന്റ് നമ്മുടെ ഭരണഘടനയിൽ നടന്നായിരുന്നു. അതാണ് 52ാമത് അമെൻമെന്റ്. 52ാമത് അമെൻമെന്റ്. ആ 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ വന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. അതൊന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. ഓക്കെ. AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് വന്ന ഭേദഗതിയാണിത്. എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം. 91ാം ഭേദഗതി പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും ആകെ അംഗങ്ങളുടെ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ അതുപോലെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. ഒന്നുകൂടെ പറയാം കേട്ടോ. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുണ്ടാവുമല്ലോ, നമ്മൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമല്ലോ, മന്ത്രിമാരുടെ എണ്ണം ഫിക്സ് ചെയ്യുമല്ലോ. അപ്പം ആ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോകസഭയിലാണെങ്കിൽ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ഇനിയോ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന്. അതായത് ഇപ്പം നമ്മൾ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം പ്രകാരം കേരളത്തിന്റെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ? 21 മന്ത്രിമാരെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടാൻ പാടില്ല എന്ന്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ലോകസഭ എടുക്കുകയാണെങ്കിൽ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതത് സംസ്ഥാനങ്ങളുടെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ആ 15% 21 പേരാണ്. 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല. മനസ്സിലായോ? എന്നാൽ ഈ സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ മന്ത്രിമാരുടെ എണ്ണം 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ 12 എണ്ണത്തിൽ കുറയാനും പാടില്ല. മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് കണക്കാണ്. ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 15%-നേക്കാൾ കൂടുതൽ എണ്ണം മന്ത്രിമാരുണ്ടാവാൻ പാടില്ല. കൂടുതൽ എണ്ണം മന്ത്രിമാർക്ക് ഒരു ശതമാനം പറഞ്ഞതുപോലെ തന്നെ കുറവ് എണ്ണം മന്ത്രിമാർക്ക് ഒരു കണക്ക് പറയുന്നുണ്ട്. അത് 12 ആണ്. മന്ത്രിമാരുടെ എണ്ണം ഒരു സംസ്ഥാനത്തിലും 12ൽ കുറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% 12ൽ കുറവാണെങ്കിലും ആ സംസ്ഥാനത്തിന് എത്ര മന്ത്രിമാരുണ്ടാവണടാ? മിനിമം 12 മന്ത്രിമാരുണ്ടാവണം. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തെറ്റായ പ്രസ്താവന. ഒരു സംസ്ഥാനത്തെ നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഓക്കെ. അത് നിയമസമിതിയുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങളുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ നിയമസഭയും ഉണ്ടാകും നിയമസമിതിയും ഉണ്ടാകും. നമ്മൾ പറഞ്ഞു 6 സംസ്ഥാനങ്ങൾക്ക് അങ്ങനെയുണ്ട് എന്ന്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് അവരുടെ നിയമസമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താവണം? ആ നിയമസമിതിയിലെ അംഗങ്ങളുടെ ആകെയുള്ള സംഖ്യ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 1/3 കൂടാൻ പാടില്ല എന്ന്. മനസ്സിലായോ? ഒരു സംസ്ഥാനത്ത് ഇപ്പൊ തെലുങ്കാനയ്ക്ക് ഉണ്ടല്ലോ. അപ്പൊ തെലുങ്കാനയ്ക്ക് നിയമസഭയിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 1/3 എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ? നിയമസമിതിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അടുത്തത്, ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗം
തൻ്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുൻപ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 189 എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതിൻ്റെ കാര്യം നമുക്ക് പറയാം. അടുത്തത്, ഒരു പണബില്ല് നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടില്ല. പണബില്ല് എവിടെ അവതരിപ്പിക്കാൻ പാടില്ല? നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ 198 ആർട്ടിക്കിൾ സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഒരു പണബില്ല് എവിടെ അവതരിപ്പിക്കാൻ പാടില്ലാടാ? അത് നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടില്ല. നിയമസഭയിലേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എവിടെ അവതരിപ്പിക്കരുത്? നിയമസമിതിയിൽ അവതരിപ്പിക്കരുത്. അതിൻ്റെ ആർട്ടിക്കിളൊക്കെ നോക്കി വെച്ചോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. 198 1. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ജുഡീഷ്യറിയെ വിമർശിക്കാൻ ആർക്ക് അധികാരമില്ല? സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അധികാരമില്ല. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമില്ല. അവർ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ 189 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. എന്താ 189 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇവിടെ പറഞ്ഞേക്കുന്നത്? നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് 188 ആർട്ടിക്കിളാണ്. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ എത്രാമത്തെ ആർട്ടിക്കിളാണ്? 188 ആർട്ടിക്കിളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരം അഥവാ തനതധികാരം അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ 129, ബി 131, സി 132, ഡി 137. ഏതാണ് ഉത്തരം എന്ന് ചോദിച്ചാൽ ബി 131. ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിയുടെ തനതധികാരത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ എന്താണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 129 പറയുന്നത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്നുള്ളതാണ്. സുപ്രീം കോടതി എന്താണ്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത്. ഇനി പിന്നെ പറഞ്ഞ ആർട്ടിക്കിൾ ഏതാ? പിന്നെ പറയുന്നതാണ് 132. എന്താണ് 132 പറയുന്നത്? സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 132. പിന്നെ ഒരു ആർട്ടിക്കിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് 137. 137 പറയുന്നത് സുപ്രീം കോടതിക്ക് സ്വന്തം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 137. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിയുടെ ഉദ്ഭവാധികാരം അഥവാ തനതധികാരം. ആർട്ടിക്കിൾ 129 പറയുന്നു സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഇത് ഇടക്കിടക്ക് ചോദിക്കലുണ്ട് കേട്ടോ. 129. പിന്നെ 132 പറയുന്നത് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരവും 137 പറയുന്നത് സുപ്രീം കോടതിക്ക് സ്വന്തം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാം എന്നുമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സുപ്രീം കോടതിയുടെ ആർട്ടിക്കിളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ ഘടന, സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ബി AB വാജ്പേയി, സി IK ഗുജറാൾ, ഡി VP സിംഗ്. അപ്പോൾ ആരാണ്? IK ഗുജറാൾ ആണ് പിന്നെ ദേവഗൌഡ, HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഇത് മുഴുവനായിട്ട് കണ്ട് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം. റിവിഷന് വേണ്ടിയിട്ട് ആ നോട്ട്സ് തന്നെ ഉപയോഗിക്കാം. പിന്നെ ക്ലാസ് കുറച്ച് ലെങ്തി ആണ് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.